യോന്തപ്രവേശ്യ മമ വാചമിമാം പ്രസപ്ത സഞ്ജീവയത്യഖില ശക്തിധരസ്വധാമനാം അന്യാംസ്ത ഹസ്തചരണശ്രവണത്വഘാതീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നമോ പുരുഷായ തുഭ്യം. ഓം സദ്ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. യാ ദേവീ സ്തുയതേ നിത്യം വിബുധൈർവേദപാരകൈ സാ മേ വസതു ജിഹ്വാഗ്രേ ബ്രഹ്മരൂപേ സരസ്വതീ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭാഗവതത്തിൽ അനേക സ്തുതികളുണ്ട്. സ്തുതികൾ പറയാൻ പോയാൽ ഒരു അരമണിക്കൂർ പറയാനുള്ള സ്തുതികൾ ഭാഗവതത്തിലുണ്ട്. പലരും പലവിധ ബ്രഹ്മസ്തുതിയുണ്ട്, വേദസ്തുതിയുണ്ട്. അതുപോലെ തന്നെ സാധാരണ ബ്രഹ്മസ്തുതി എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ ഇതാണ്, മനസ്സിലാക്കാൻ ഇത്തിരി കടുപ്പമുള്ളതാണ് ബ്രഹ്മസ്തുതികൾ. എന്നാൽ സാധാരണക്കാരുടെ സ്തുതിയുണ്ട്. തുടങ്ങുന്നത് തന്നെ കുന്തി സ്തുതി കൂടിയാണ്. കുന്തി സ്തുതി, ഭീഷ്മസ്തുതി, മുജുകുന്ദസ്തുതി, അതുപോലെ അനേകം സ്തുതികൾ. എന്താണ് ഈ സ്തുതി എന്ന് പറഞ്ഞാൽ? സ്തുതി എന്ന് പറഞ്ഞാൽ സ്തോത്രങ്ങളെ കൊണ്ട് ഭഗവാന്റെ മഹിമയെ വർണ്ണിച്ച് പറയുക, സ്തുതിക്കുകയാണ്. ഏത് സ്തുതി കേട്ടാലും ആ ഭഗവാന്റെ ആ മഹിമയെ വാഴ്ത്തുന്ന സ്തുതി കേട്ട് ഭഗവാൻ പ്രസാദിക്കും. ഭഗവാൻ പ്രസാദിക്കുകയും ചെയ്യും. അതേ സമയത്ത് ഭഗവാൻ എല്ലാ സ്തുതികളുടെ അവസാനങ്ങളും ഭഗവാൻ പ്രസാദിച്ച് അനുഗ്രഹം കൊടുക്കുന്നതായിട്ടും വരം കൊടുക്കുന്നതായിട്ടും എല്ലാം കാണാം. അപ്പോൾ സ്തുതിയിൽ സംപ്രീതനാണ് ഭഗവാനായാലും ഏത് ദേവതമാരായാലും സ്തുതിയിൽ സംപ്രീതരാകും. അപ്പോൾ അതിൽ അനേക സ്തുതികളിൽ നമുക്ക് എല്ലാ സ്തുതികളും എടുത്ത് പറയാൻ പറ്റില്ലെങ്കിലും ആ വൃത്രാസുരൻ്റെ ഭാഗത്ത് അല്ലേ, അത് പാകും. അതിൻ്റെ ആ ഭാഗത്ത് വൃത്രാസുരൻ തന്നെ സ്തുതിക്കുന്നുണ്ട്. ചതുശ്ലോകി ഭാഗവതം പോലെ 4 ശ്ലോകം കൊണ്ട് വൃത്രാസുരൻ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ചതുശ്ലോകി ഭാഗവതം ഭഗവാൻ പറഞ്ഞു കൊടുത്തെങ്കിൽ അല്ലേ, ബ്രഹ്മാവിന് ഭഗവാൻ പറഞ്ഞു കൊടുത്തെങ്കിൽ ഈ ചതുശ്ലോകി ഭാഗവതം പോലെ തന്നെ അത്രയ്ക്കും വിശിഷ്ടമായ 4 ശ്ലോകങ്ങൾ കൊണ്ട് വൃത്രാസുരൻ സ്തുതിക്കുന്നുണ്ട്. അല്ലേ, ശരിക്കും വൃത്രാസുരൻ അസുരനാണോ? അസുരൻ എന്ന് പറയാൻ പോലും പാടില്ല. ഇത്രയും ഒരു മേന്മേറിയ ഒരു സ്തുതി എനിക്ക് തോന്നിയത് വൃത്രാസുര സ്തുതിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ആ പറയണ ആ സ്തുതിയിൽ എന്താ പറയണേ അല്ലേ, യുദ്ധം ചെയ്യുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും എന്താണ് തനിക്കറിയാം, തൻ്റെ പൂർവ്വജന്മം അറിയാം. അതുകൊണ്ട് എന്താണ് ഭഗവാന്റെ ആ ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് ആ വജ്രായുധം തെറിച്ച് താഴെ വീഴുമ്പോൾ അത് കണ്ട നിമിഷം തൻ്റെ പൂർവ്വജന്മ സ്മരണ ഉണ്ടാവുകയാണ്. ആ ഇതില് എന്തയോ ആത്മതത്വം പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ ഉപദേശിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യണേ. അങ്ങനെ ആർക്ക് കഴിയും? എല്ലാവരും യുദ്ധം ചെയ്യാനായിട്ട് വരുമ്പോൾ ആ യുദ്ധ കളത്തിൽ വെച്ച് ഒരാളോട് യുദ്ധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ എതിരിടാൻ വരുമ്പോൾ എങ്ങനെയാണ് ആത്മതത്വം പറഞ്ഞു കൊടുത്തോണ്ട്, തത്വോപദേശം പറഞ്ഞു കൊടുത്തോണ്ട് ഒരു യുദ്ധം ചെയ്യുക? അത് വൃത്രാസുരന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ അല്ലേ. എല്ലാം അറിയണത് ഒരു നിമിഷ നേരത്തേക്ക് തൻ്റെ തെറ്റുപറ്റി അല്ലെ, പാർവതി പരമേശ്വരന്മാര് ആ പാർവതിയെ മടിയിൽ എടുത്തു വെച്ചുകൊണ്ട് നാരദാദികൾക്ക് ആ ധർമ്മോപദേശം ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതാണ് വിദ്യ ചിത്രകേതു എന്ന് പറയുന്ന തൻ്റെ പൂർവ്വജന്മത്തില് ആ പാർവതിയെ കളിയാക്കിയത് കൊണ്ട് അത് തൻ്റെ അജ്ഞത മൂലം, അതായത് 7 ദിവസം കൊണ്ട് വിദ്യാധര പ്രാപ്തി നേടിയവരാണ് ഈ ചിത്രകേതു. ശരിക്കും അതുകൊണ്ട് മുഴുവൻ ജ്ഞാനമായിട്ടില്ല. അതുകൊണ്ടാണ് ലോകപിതാവും മാതാവുമായിരിക്കുന്ന അവരെ കളിയാക്കാനുള്ള അത്രയും അജ്ഞാനം അതിലുണ്ടായത്. പക്ഷേ വിഷ്ണു ഭക്തനായ അത് തൻ്റെ തെറ്റ് മനസ്സിലാക്കി ആ പാർവതിയോട് പറയേണ്ട, അമ്മ ഇത് എൻ്റെ തെറ്റ് പറ്റിയതാണ്, അതിൻ്റെ ഇതാണ് എനിക്ക് തന്നല്ലേ, ഞാനതിനെ ശിരസാ വഹിക്കുന്നു. പക്ഷെ എന്നെ ഭൂമിയിൽ അധികം നാളിട്ട് കഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാണ്ട് എന്നെ ഇനി ശപിക്കരുത്, വേറെ ഒന്നും ആ ചിത്രകേതു ചോദിച്ചില്ല. ആ ജന്മമാണ് വൃത്രാസുരൻ്റെ. അതുകൊണ്ടാണ് ആ പൂർവ്വജന്മത്തിൽ താൻ ആചരിച്ചു പോകുന്നത് കൊണ്ടും തൻ്റെ തൻ്റെ അറിവില്ലായ്മയും എല്ലാം അറിയാം അല്ലേ. എത്രയും വേഗം ഇവിടുന്ന് പോകാനുള്ള ആ യുദ്ധരംഗത്ത് വെച്ച് ആ വിഷ്ണു, അതായത് താഴെ വീഴുമ്പോൾ വിഷ്ണുവിൻ്റെ അംശവും കൂടി ഭഗവാന്റെ അംശവും കൂടി ആ ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. അത് കാണുന്ന നിമിഷമാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് എന്നെ വധിക്കൂ അല്ലേ. പോരാളികൾ ഇങ്ങനെയല്ല, പേടിച്ചോടുകയല്ല. ഹിത്രാസുരനെ കാണുമ്പോൾ സകല പേരും പേടിച്ചോടും ആ യുദ്ധരംഗത്തുനിന്ന്, വാരി വിഴുങ്ങും. അത്രയ്ക്ക് ഭീകരനായ ഇതാണ് ആ തൊഷ്ടാവ്
യാഗം ചെയ്താണ്. അതിൻ്റെ ആരംഭം പറയുകയാണെങ്കിൽ ദേവാസുര യുദ്ധം കഴിഞ്ഞു. ആ ദേവാസുര യുദ്ധത്തിൽ ജയിച്ചത് എല്ലാവരും നമ്മൾ എന്തെങ്കിലും ഒരു ഇത് കാണുമ്പോൾ നമ്മൾക്കൊരു ഇതുണ്ട്, എൻ്റെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് എന്നുള്ള ഒരു അഹങ്കാരം അത് ഇന്ദ്രനുണ്ടാവും. ആ ഇന്ദ്രൻ എല്ലാവരെയും വിളിച്ചു കൂട്ടി, നമ്മൾ കല്യാണമൊക്കെ കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു പാർട്ടി നടത്തുന്നത് പോലെ ഇന്ദ്രൻ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു അതല്ലേ രംഭതിലോത്തമ്മമാരെ കൊണ്ടൊക്കെ ഡാൻസൊക്കെ ഉണ്ട്. തൻ്റെ ശചി ദേവിയോട് കൂടി ഇന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ഗുരു ബൃഹസ്പതി അതിലേക്ക് കടന്നു വരുന്നതും രംഗത്തിലേക്ക് കടന്നു വരുന്നതും കാണാത്ത ഭാവത്തിൽ കണ്ടു എന്നാൽ കാണാത്ത ഭാവത്തിലിരിക്കുന്നതും അത് മനസ്സിലാക്കിയ ആ ഗുരു അവിടുന്ന് മറയുകയാണ് ചെയ്യണേ, പ്രത്യക്ഷമാണ് ചെയ്യണേ. ആ ഗുരുവിനെ എന്താണ് ഈ പൂച്ച പാൽ കുടിക്കൽ ഞാൻ കണ്ടില്ല, അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. നമ്മളെല്ലാ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട അങ്ങനെയാണ്. കണ്ടില്ല എന്നുള്ള ഭാവം, നമ്മളെ കണ്ടില്ല പക്ഷെ അവർ കണ്ടിട്ടുണ്ടാവും. ആ ഗുരു മറഞ്ഞതുകൊണ്ട് അവിടുന്ന് ആ ഗുരു ഇല്ലാതെയാവും. ഗുരു ഇല്ലാത്ത സമയത്ത്, അതായത് ഗുരു മറിയുമ്പോൾ എന്താണ്, ഗുരു ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗുരുപ്രസാദത്തിലായി ഗുരുവിന് അനുഗ്രഹേണ പുമാൻ പൂർണ്ണ പ്രശാന്തയെ എന്ന് പറഞ്ഞേക്കണേ. ഗുരു ഇല്ലാതായ നമുക്ക് ഒന്നും കിട്ടില്ല. കഴിക്കാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വായിലേക്ക് വെച്ചാൽ അത് തട്ടിമറിഞ്ഞു പോകും. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. അപ്പോൾ ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെയായി. ആ ഗുരുവിന് പകരം തൊഷ്ടാവിൻ്റെ മകൻ, തൊഷ്ടാവ് രചന, അതായത് തൊഷ്ടാവ് എന്ന് പറയുന്നത് ആരാണ്? ഇതിൽ ദേവനാണ്. ദേവൻ്റെ ആദ്യത്തേതാണ് തൊഷ്ടാവ്. ആ തൊഷ്ടാവ് നമ്മൾ ഇപ്പോൾ ഒരു സങ്കര കല്യാണം നടത്തുന്ന പോലെ അസുര സ്ത്രീയായ രജനിയാണ് വിവാഹം കഴിക്കുന്നത്. ആ രജനി വിവാഹം കഴിക്കുമ്പോൾ അന്ന് തുടങ്ങി ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ഇതിലേക്കൊന്നും കയറ്റില്ല അല്ലേ, രണ്ടായിട്ട് മാറ്റിക്കും, തൊഷ്ടാവിനെ മാറ്റി നിർത്തും. ഇവിടേക്കൊന്നും കയറ്റാറില്ല. പക്ഷേ കാര്യം കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഈ എന്താണ് വൃത്രാസുരൻ ഇതുപോലെയുള്ള യുദ്ധം കഴിയുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ആണ് ആ ദേവന്മാരുടെ എല്ലാവരും കൂടി ഭഗവാന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കണത് അല്ലേ. ഈ വൃത്രാസുരനെ കൊല്ലാൻ അല്ലെങ്കിൽ തൊഷ്ടാവ് ചെയ്ത അതിൽ നിന്ന് മന്ത്രം ഒന്ന് തെറ്റി, അതായത് മന്ത്രശുദ്ധി ഇല്ലാണ്ട് വരും അല്ലേ. എന്താണ് ആ യജ്ഞത്തിൽ ജപിക്കും. ഇതായത് വൃത്രാസുരൻ ജയിക്കണത് എന്താണ്, ഇന്ദ്രശത്രു. അതാണ് ശത്രു എന്നുള്ളത്. അത് കുറച്ച് സ്വരം ഒന്ന് താഴ്ത്തി പറയുമ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ സ്വരത്തിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ട്. അത് താഴ്ന്നാലും പൊങ്ങിയാലും ഒക്കെ അതിന് അർത്ഥങ്ങൾ മാറിപ്പോവും. അപ്പം മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം എന്നാ പറയുക അതിനെ. ആരോഹണം അവരോഹണമൊക്കെ ഉണ്ട്. അത് ഇവർ ജപിക്കണ കണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും മന്ത്രം ജപിക്കണം. അപ്പം അതിൽ തൊഷ്ടാവ് ആ മന്ത്രം പിഴച്ചതുകൊണ്ട് ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയല്ല, ഇന്ദ്രനാല് ഇത് മാറിപ്പോകും നേരെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ കൊല്ലാൻ പറ്റാണ്ട് വരുന്നതും അതിൽ നിന്ന് വൃത്രാസുരൻ ഉണ്ടാവുന്നതും. വൃത്രാസുരൻ എന്ന് പറഞ്ഞാൽ തന്നെ കണ്ട അതിഭീകരൻ. കുംഭകർണനൊക്കെ വന്ന് രാമായണത്തിൽ കാണാൻ വാരി വിഴുങ്ങണത് പോലെ വന്ന് എല്ലാവരെയും വെച്ചുമ്പോൾ എല്ലാവരും പേടിച്ചോടും. പക്ഷെ പേടിക്കണ്ട, എന്നെ കണ്ടിട്ട് ഓടണ്ട എന്ന് പറയുന്ന യുദ്ധരംഗത്ത് വെച്ച് പറയുന്നുണ്ട്. ഇതാണ് മരണമുണ്ട്, മരണമെല്ലാം ഈശ്വര നിശ്ചയമാണ് എന്ന് പറഞ്ഞിട്ട് ആത്മതത്വം പറയുന്നുണ്ട് അല്ലേ. എൻ്റെ ശരീരത്തിനൊന്നും ഇത് ബാധിക്കണില്ല, ആത്മാവിനെ ബാധിക്കണില്ല, ശരീരത്തിന് മാത്രമേ ബാധിക്കണുള്ളൂ ഈ മരണം എന്ന് പറയുന്നത്. അതായത് ഈ യുദ്ധരംഗത്ത് വെച്ച് വീരനായിട്ട് യോദ്ധാവായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ അതിന് വീരസ്വർഗപ്രാപ്തിയാണ്. അതുകൊണ്ട് ഇന്ദ്ര എന്നെ വധിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങോട്ട് ചെല്ലേണ്ട. അതിൽ അവസാനം ഇന്ദ്രനെ ആ വജ്രായുധത്തോടു കൂടി വിഴുങ്ങുന്നതും ഒരു കൊല്ലം വേണ്ടി വന്നു എന്ന് പറയണത് ആ കഴുത്തറുത്ത് പുറത്ത് വരണത്. അപ്പം അങ്ങനെ ആ വജ്രായുധത്താലാണ് വൃത്രാസുരൻ്റെ മരണം. അതിൽ എല്ലാവരും ഈ വൃത്രാസുരനെ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയണ ഇതാണ് ദേവസ്തുതിയാണ്. ദേവന്മാരുടെ എല്ലാവരുടെ അടുത്ത് നിന്ന് ഇതിനു മുമ്പ് ആ വൃത്രാസുരനെ ഇപ്പം നമ്മൾ കഥയാണ് പറഞ്ഞത്. ആ വൃത്രാസുരനെ വധിക്കാൻ യാതൊരു തരത്തിലും സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഇതിനെ വേണ്ടിയാണ് ഭഗവാന്റെ അടുത്തേക്ക് എല്ലാവരും ദേവന്മാരെല്ലാം ചെന്ന് സ്തുതിക്കുകയാണ്. അതിലാണ് ആ വജ്രായുധം നിർമ്മിച്ചു കൊടുക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ. ഇവനെ കൊല്ലണമെങ്കിൽ സാധാരണ ആൾക്കാർക്ക് സാധിക്കില്ല, അതുകൊണ്ട് വൃത്രാസുരനെ വധിക്കാൻ നിങ്ങൾക്ക് ആകില്ല, നിങ്ങൾ എന്തൊരു അഹങ്കാരം കൊണ്ടാണ് അല്ലേ ഇതെല്ലാം സംഭവിച്ചത് അല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഒരേ ഒരു കാര്യമുള്ളൂ, ആ ദദീജി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന അദ്ദേഹത്തിൻ്റെ നട്ടെല്ല് വാങ്ങിക്കൂ. ആ നട്ടെല്ല് ജീവിച്ചിരിക്കുന്ന ആളുടെ നട്ടെല്ല് മേടിച്ചുകൊണ്ട് വന്ന് അതുകൊണ്ട് ആയുധമുണ്ടാക്കി അതിലേക്ക് എൻ്റെ ആ അംശം കൂടി അതിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ നിന്ന് മാത്രമേ അവനെ കൊല്ലാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന അതിൽ ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗമാണ് ഈ സ്തുതി. അതാണ് ശത്രുനാശമാണ് ഇതിൻ്റെ ബലം. കാരണം
ശത്രു എന്ന് പറഞ്ഞാൽ വെറും ശത്രു അല്ല. വൃത്രാസുരൻ ശത്രു എന്ന് പറഞ്ഞാൽ അവനെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള ആളെ ജയിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ ബാക്കി ശത്രുക്കളുടെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എത്ര ആ ശത്രുനാശം ആണ് ഇതിൻ്റെ ഫലം. അങ്ങനെയുള്ള ആ ദേവന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതി. വായുംബരാജ്ഞപത്രയസ്ത്രിലോക ബ്രഹ്മാദയോ യേ വയമുദ്വിജന്ത ഹരാമയസ്മൈ ബലിമന്ദഘോസൗ ബിഭേദി യസ്മാദരണം തതോനാം അവിസ്മിതം തം പരിപൂർണകാമം സ്വേനേവ ലാഭേന സമം പ്രശാന്തം വിനോപസർപ്പത്യപരം ഹി ബാലിശ ശ്വലാങ്കുലേനാദിതിതർത്തി സിന്ധും യസ്യോരു ശൃംഗേ ജഗതീം സ്വനാവം മനുര്യതാപത്യതാരദുർഗം സ ഏവ സ്ത്വാഷ്ട്രഭയാ ദുരന്താൽ ത്രാദാശ്രിതാൻ വാരിജരോ വിനൂനം പുരാ സ്വയംഭൂരഭി സംയമാംബ സുധീർണവാദോർമിരവൈകരാളേ ഏകുരവിന്ദാൽ പതിതസ്തധാര തസ്മാൽ ഭയാദ്യേന സനോസ്തു പാരം ഏകൈശോ നിജമായയാന സസർജയേനാനുസജമവിശ്വം വയന്നയസ്യാപി പുരസമീഹത പശ്യാമലിംഗം പ്രദഗീശമാനിനാം യോനസ്സഭജ്ഞേർ വൃഷമർദ്ധ്യമാനാൻ ദേവർഷിതിര്യഗ്നൃഷു നിത്യ ഏവാം കൃതാവതാരസ്തനുഭിസ്വമായയാം കൃത്വാത്മസാൽപാദിയുഗേ യുഗേ ചാം തമേവ ദേവം വയമാത്മദൈവതം പരം പ്രധാനം പുരുഷം വിശ്വമന്യം പ്രജാമ സർവേ ശരണം ശരണ്യം സ്വാനാം സനോ ദാസദിശം മഹാത്മാ. സ്കന്ധം 6 അധ്യായം 9 ശ്ലോകം 21 തുടങ്ങി 27 വരെയുള്ള ശ്ലോകമാണ് ഇപ്പോൾ വായിച്ചത്. ദേവന്മാരുടെ സ്തുതി എല്ലാം. ശത്രുനാശം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറയണേ, ശത്രു ആരാ? ശരിക്കും ശത്രു നമ്മുടെ ഉള്ളിലല്ലേ? നമ്മുടെ ഉള്ളിലാണ് ശത്രു ഒക്കെ ഉള്ളത്. നമുക്ക് ആരും ശത്രുവില്ല. നമ്മുടെ യുധിഷ്ഠിരനെ പറഞ്ഞ അജാത ശത്രു എന്ന് പറയുന്നുണ്ട്. യുധിഷ്ഠിരനെ ആരും ശത്രുവായിട്ട് കാണില്ല. നമ്മളാണ് എല്ലാവരെയും കണ്ട് ഭയക്കണതും എല്ലാം. നമ്മൾ സങ്കല്പിക്കുകയാണ്, നമ്മുടെ മനസ്സ് സങ്കല്പിക്കുകയാണ് അവൻ ശത്രുവാണ്, അവൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് നമ്മൾ സങ്കല്പിക്കണം. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതില്ലാണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്നത് നമുക്ക് ശത്രുതയില്ല. നമ്മുടെ ശത്രു സംഹാര പുഷ്പാഞ്ജലി, ശത്രുനാശം എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ്. ശത്രുനാശം ഭഗവാനല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഈ പറയണ ശത്രും എല്ലാം ഇത് പറയുമ്പോൾ രുദ്ര ഇത് പറയുമ്പോൾ പറയണ്ട് എല്ലാവരുടെ ഉള്ളിൽ ഭഗവാനാണെങ്കിൽ എല്ലാ പ്രവർത്തിക്കുന്ന സാധനങ്ങളുടെയും എല്ലാം രുദ്രനാണെന്ന് പറയുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ആരുടെ ശത്രുവാണ്? നമ്മൾ സ്വയം സങ്കല്പിച്ച് മനസ്സിൻ്റെ ഒരു ഇതാണ് സങ്കല്പം വികല്പം എന്ന് പറയുന്നത്. നമ്മൾ സങ്കല്പിച്ച് കൂട്ടണ ഇതെന്നുള്ളത് നമുക്ക് പറയണ ഇതിൽ നമ്മൾക്ക് നന്നാവാനേ പറ്റുള്ളൂ. നമ്മൾ ആരെയും ശത്രുവായിട്ടൊന്നും കണക്കാക്കണ്ട. പിന്നെ ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ എന്താണ് വൈരികളെ, ആ വൈരികൾ നമ്മൾ ഭക്തി കൊണ്ട് ഭഗവാനെ സ്തുതിച്ച് നല്ലത് ചിന്തിച്ച് മനസ്സിനെ നല്ലതായിട്ട് ചിന്തിച്ച് വിട്ടാൽ, നന്മയിലേക്ക് ചിന്തിച്ച് വിട്ടാൽ അത് ഭക്തി കൊണ്ട് ഉണ്ടാവുള്ളൂ, സത്സംഗം കൊണ്ടേ ഉണ്ടാവുള്ളൂ. ഇതിൽ കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ഈ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ആരും ശത്രുവല്ല. അതാണ് ശരിക്കും ശത്രുവിൻ്റെ ഒരു തത്വം. അപ്പോൾ ഈ ശത്രു സംഹാര പുഷ്പത്തിൽ നിന്ന് എല്ലാവരും അമ്മയുടെ മക്കളാണ്. ഞാൻ ആരെങ്കിലും കൊല്ലുമോ, ആരെങ്കിലും ശിക്ഷിക്കുമോ? അപ്പോൾ ഇതൊന്നും അല്ല. എങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, നമ്മൾ ശത്രുനാശം എന്നൊക്കെ പറയും. നമ്മൾക്ക് ഇതുണ്ടാക്കി എല്ലാവരുടെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള എല്ലാ വൈരികളും ഷഡ്വൈരികളും അകന്ന് മനസ്സ് ശുദ്ധിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഹരിയോം.